ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു 40 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ള സ്ത്രീകൾ, വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 15 മിനിറ്റ് എക്സസൈസുകളാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സുകളാണ്. നിങ്ങൾ ഒരുപാട് കാർഡിയോ വ്യായാമങ്ങൾ, ഒരുപാട് ജമ്പിങ്ങുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ട. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ജീവിതശൈലി രോഗങ്ങളൊക്കെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ കാരണം വെച്ചാൽ പണ്ട് ഇപ്പോഴും നമ്മളെല്ലാം മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ അടുക്കളയിലാണെന്നുണ്ടെങ്കിലും പുറത്താണെങ്കിലും എല്ലാം നമ്മൾ മെഷീൻസുകളിലെയും കാര്യങ്ങളൊക്കെ ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവായിട്ട് ഒരു വ്യായാമമൊന്നും തന്നെ കിട്ടാറില്ല. അപ്പോൾ നമുക്ക് കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് അനുഭവമായിരിക്കും. അപ്പൊ അതിനൊക്കെ ആർത്രൈറ്റിസ്, നമ്മുടെ ഈ ജോയിന്റ്സുകളൊന്നും നല്ല രീതിയിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് നിരന്തരമായിട്ടുണ്ടാകുന്ന പേശി വേദന, കാൽമുട്ട് വേദന, കൈവേദന, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളെയും നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഞാനിന്ന് കാണിച്ചു തരുന്ന ഈ ഒരു 15 മിനിറ്റ് വ്യായാമങ്ങൾ നിങ്ങൾ എന്നും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നും ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനത് കൃത്യമായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ വ്യായാമം വന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ചിങ് ആണ്. ഓക്കെ, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിനൊക്കെ നിൽക്കുക. ഞാൻ നിൽക്കുന്ന കണക്ക്. അതിനുശേഷം നിങ്ങൾക്ക് കൈ ഇങ്ങനെ വെക്കാം, സ്ട്രെയിറ്റ് ആയിട്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 2 3 4 5 6 ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് 7 8 9 10 11 12 13 14 15 16 17 18 19 20 20 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഹാംസ് റൊട്ടേഷൻ ആണ്. കൈ ഇതേ കണക്ക് പിടിക്കുക. അതിനുശേഷം 1 2 3 4 5 6 7 8 9 10 1 2 3 4 5. ഓക്കെ, ഇങ്ങനെ 15 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം നമ്മുടെ അടുത്ത വ്യായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈ നിങ്ങൾ ഇങ്ങനെ വെച്ചതിന് ശേഷം സ്ട്രൈറ്റ്. അതിനുശേഷം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, ഇങ്ങനെ 15 പ്രാവശ്യം ചെയ്യുക. അടുത്താണ് നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ഇതേപോലെ. ഓക്കെ, ഇതേപോലെ നിന്നതിന് ശേഷം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, ഇങ്ങനെ 15 പ്രാവശ്യം ചെയ്യുക. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഇതേ കണക്ക് നിങ്ങൾക്ക് കൈ വേണമെങ്കിൽ ഇവിടെ പിടിക്കാം, ഇങ്ങനെ ഇടുപ്പിൽ പിടിക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇത് നിങ്ങളുടെ കാലുകൾക്ക് വളരെ നല്ലൊരു വ്യായാമമാണ്. അതുകൊണ്ട് തന്നെ കോർ മസിൽസിനെ നല്ല രീതിയിൽ എൻഗേജ് ആക്കും. അപ്പം അടുത്ത വ്യായാമം ചെയ്യാം. അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേപോലെ നിൽക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ 1 2 3
4, 5, 6, 7, 8, 9, 10. ഓക്കെ, നിങ്ങളുടെ കാലുകൾ വരുന്നതിനോടൊപ്പം ആ ഭാഗത്തോട്ട് നിങ്ങളുടെ കൈകളും കൂടെ പോവുക. വീണ്ടും അടുത്ത വശപ്പത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അടുത്ത വ്യായാമത്തിലോട്ട് പോവാം. നിങ്ങൾ ഓരോ എക്സസൈസ് കഴിയുമ്പോഴും നിങ്ങൾ 5 തൊട്ട് 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം അടുത്ത വ്യായാമത്തിലോട്ട് പോവാം. അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഇതേപോലെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അതിനുശേഷം അടുത്ത കാലിൽ ആവർത്തിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇതാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ കണക്ക് നിന്നനുസരിച്ച് കാല് ഒരല്പം വൈഡ് ചെയ്ത് വെക്കുക. ഞാൻ ചെയ്തിരിക്കുന്ന കണക്ക്. അതിനുശേഷം നിങ്ങൾ സൈഡിലോട്ട് ഞാൻ ചെയ്യുന്ന കണക്ക് 1, അതിന് അടുത്ത സൈഡിലോട്ട് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഓക്കെ, ഇങ്ങനെ സൈഡിലോട്ട് നമുക്ക് കൈകൾ ഉയർത്താം. നല്ല വ്യായാമമാണ്. തുടങ്ങുന്നത് നേരെ നിൽക്കുക. നേരെ നിന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കൈ ഹെറ്റിൽ നിൽക്കുക. ഇതേപോലെ ഞാൻ തിരിഞ്ഞു ഇതേപോലെ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അതിനുശേഷം അടുത്ത കൈ ഇതാണ് ഇടുപ്പിൽ വെച്ചതിന് ശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ബട്ടിക്ക് ചെയ്യാം. സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ കൈ നിങ്ങളുടെ ഹിപ്പിൽ വെക്കാം. ഹിപ്പിൽ വെച്ചതിന് ശേഷം 1, 2, 3, 4, ഇതേപോലെ 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഓക്കെ, ഇതിനൊക്കെ ബട്ടിക്ക് ചെയ്യാം. നിങ്ങളുടെ ഈ ബട്ടക്സ് ഭാഗം അതുപോലെ തന്നെ ഹാംസ്ട്രിങ്ങിന്റെ ഭാഗത്തെ മസിൽസിനൊക്കെ ഇത് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അടുത്ത വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ഇത് കണക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന വർക്കൗട്ട്. ഗുഡ് മോർണിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ഞാൻ ഹിപ്പിൽ പിടിക്കാം. ഹിപ്പിൽ പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ഇതേപോലെ ബെൻഡ് ആവുക. 1, 2, നടുവ് തന്നെ പാരലായിട്ടിരിക്കണം. ഇതന്നെ 3, 4, നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ പുറകോട്ട് പോകണം. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഓക്കെ, 15 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. തടി കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വ്യായാമങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരു കസേര എടുക്കാം. കസേര എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നമുക്ക് സ്കോട്ട് ചെയ്യാം. ഒരു ഹാഫ് സ്കോട്ട് ചെയ്യാം. ഹാഫ് സ്കോട്ട് നിങ്ങൾ ചെയ്യണം, അത്യാവശ്യമാണ്. ഓക്കെ, വെയിറ്റ് ലോസിനൊക്കെ പെട്ടെന്ന് സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. അപ്പം നിങ്ങൾ ഇത് കണക്കെ നിൽക്കുക. കസേര എടുത്തിട്ട്
അതിനുശേഷം നിങ്ങൾ കൈ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക. ഞാൻ പിടിച്ചിരിക്കുക നമ്മുടെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിരിക്കുക. അതിനുശേഷം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, ഇങ്ങനെ 15 പ്രാവശ്യം ചെയ്യുക. മിക്കവാറും ആൾക്കാരെല്ലാം ഈ ഒരു വ്യായാമം ചെയ്യാൻ മടി കാണിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം വെച്ചാൽ നമ്മുടെ ലോവർ ബോഡിയെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. പ്രായമായി വരുന്നതോറും നമ്മുടെ ഈ കാലിന്റെ മുസുകൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കാലിന് സ്ട്രെങ്ത് ഇല്ലാതെ സംഭവിക്കുന്നതാണ് മസിൽസിന്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ഒരു വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യും കേട്ടോ. അപ്പൊ ഇനി അടുത്ത വ്യായാമത്തിലോട്ടോ. അപ്പൊ വ്യായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം കൈകൾ ഉയർത്തുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ, ഇത് ഒരേ സമയം തന്നെ നിങ്ങളുടെ കൈകളും നിങ്ങളുടെ ഷോൾഡർ മസിലും നിങ്ങളുടെ ആർട്സിന്റെ മസിൽസും എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വയറിലെ ഫാറ്റൊക്കെ കുറയ്ക്കാൻ ചെറുതായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കോ, കൈകൾ ഉയർത്തോ, ഇതേപോലെ. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് വ്യായാമം. അപ്പൊ ഇനി അടുത്ത വ്യായാമത്തിലോട്ട് പോകാം. ഇനി ഒരൊറ്റ വ്യായാമം കൂടി നമുക്ക് അവശേഷിക്കുന്നുള്ളൂ, അതും കൂടെ ചെയ്യാം. നിങ്ങൾ കാലുകൾ ഒരല്പം വൈദ്യുതി വെക്കുക. ഞാൻ ഈ വെച്ചേക്കുന്ന കണക്ക്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈകൾ ഇതാണ് ഉയർത്തുക. നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം താഴാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം താഴുക. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്ര മാത്രമേ പറ്റത്തുള്ളായിരിക്കും, സാരമില്ല. നിങ്ങൾ എത്രത്തോളം മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം ചെയ്താൽ മതി. അല്ലാതെ താഴെ ഒന്നും കൊണ്ട് മുട്ടിക്കാനായിട്ട് ശ്രമിക്കേണ്ട. നിങ്ങളുടെ നടുവിനൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിന്നതിന് ശേഷം കൈകൾ ഉയർത്തുക. അതിനുശേഷം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, ഇതിനകത്ത് ജമ്പിങ് വ്യായാമങ്ങളില്ല. ഇതിനകത്ത് അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരുപാട് ഹാർഡായിട്ട് ചെയ്യേണ്ട ഒരു എക്സസൈസുകളും ഇല്ല. എല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പരിശീലിക്കാവുന്ന വ്യായാമങ്ങളാണ്. നിങ്ങൾ വെറുതെ നമ്മൾ പ്രായം കൂടുന്തോറും നമ്മൾ ജമ്പിങ് ജാക്സ് പോലുള്ള വർക്കൗട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. ചെയ്യേണ്ടതെന്നല്ല, പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് വേണം. പിന്നെ അതേ കണക്കാണ് നമ്മുടെ കൂടുതൽ സഹായത്തിനൊക്കെ ഉള്ള നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ള വ്യായാമങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസേന അല്ലെങ്കിൽ ആഴ്ച 4 ദിവസമെങ്കിലും ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, അതേ കണക്ക് തന്നെ നമ്മുടെ ഈ ഫ്ലെക്സിബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട്. ഓക്കെ, പ്രായമായി വരുന്തോറും നമ്മുടെ ആ ഒരു ലൂബ്രിക്കേഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ പേശികളുടെയൊക്കെ ആ ഒരു ലൂബ്രിക്കേഷൻസ്, ആ ഒരു ചലനത്തിന്റെ ഒക്കെ കുറവ് സംഭവിക്കും. അപ്പം അതിനകത്ത് നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് നമ്മുടെ പേശികളൊക്കെ നല്ല രീതിയിൽ അനങ്ങാനും വർക്ക് ചെയ്യാനും ഒക്കെ ഈ ഒരു വ്യായാമം കൊണ്ട് നിങ്ങളെ സഹായിക്കും. അപ്പം നടുവേദനയുള്ളവർക്കും ഒക്കെ ഈ ഒരു വ്യായാമം ചെറുതായിട്ടൊക്കെ പരിശീലിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.